അയ്യോ സോറി, ഞാൻ തമാശ ചെയ്താണോ? സോറിയോ, ഞാൻ മൊത്തം നനഞ്ഞു. ഏയ് അത്ര നനഞ്ഞിട്ടൊന്നുമില്ല. ഗദ, ഇത്ര പെട്ടെന്ന് പള്ളി പോയി വന്നോ? ഞാനേ പള്ളി പോയൊന്നുമല്ല. പിന്നെ നിനക്കൊരു ചാൻസ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചല്ലേ? ശരിക്കും? ആ. ഓഹോ, താങ്ക്സ് കേട്ടാ. സെറ്റ് ആവൂടാ. സെറ്റ് ആക്കണം. നീ സപ്പോർട്ട് ചെയ്യില്ലേ? പിന്നല്ല, ഫുൾ സപ്പോർട്ട് ഉണ്ട്. പിന്നെ നിനക്ക് ലൈനൊന്നുമില്ലേ? അയ്യോ, എനിക്ക് ലൈനൊന്നും വേണ്ടേ. ഓ അതെന്തേ? എനിക്കിങ്ങനെ അടിച്ചു പൊളിച്ച് ഫ്രീ ബേർഡായി നടക്കാൻ ഇഷ്ടം. ആ ദാദാ. ആ സന, ഇപ്പൊ വരാവേ. അവൾ എത്തിക്കാണോ? അളിയ നീ ടെൻഷൻ അടിക്കാതെ, അവളിപ്പോ നമ്മുടെ ക്ലാസ് തന്നെ ഇരിപ്പുണ്ടാവും. ഇരിക്കുവല്ല, ദേ നിൽക്കുക. ഞാൻ പറഞ്ഞില്ലേ സയൻസ് ആണെന്ന്. ഗ്രേറ്റ് മാൻ. കാണാൻ കൊള്ളുന്ന പെമ്പിളാരൊക്കെ സയൻസിലാണല്ലേ? ഇപ്പൊ കോമേഴ്സിലുണ്ടെന്ന് മനസ്സിലായില്ലേ? എന്താണ് ഈ സെക്കൻഡ് ബെഞ്ച് ഇങ്ങേറ്റത്തിരിക്കുന്ന കൊച്ചിനെ കണ്ടോ? പ്രിയ, അതെനിക്ക് ഓൾറെഡി സെറ്റ് ആയതാ. നീ അതിന്റെ അപ്പുറത്തൊരു കുട്ടി കണ്ട, അനുപമ. നല്ല കുട്ടിയാ. ആണോ? ചെറിയൊരു കോങ്ങണ്ണുള്ളൂ, ഞാൻ സെറ്റാക്കിയത്. കൊങ്ങളുള്ള വാപ്പാക്ക് സെറ്റാക്കും. നമ്മ നേരത്തെ പറഞ്ഞു നിന്റെ തട്ടൊന്ന് പറഞ്ഞ് കൊമേഴ്സിൽ പോയല്ലേ? പോടാ തെണ്ടി. പെമ്പിള്ളേര് വളരെ കുറവല്ലേ? ക്ലാസ് മൊത്തം ഗേൾസ് വേണമെങ്കിലേ വല്ല ഗേൾസ് സ്കൂളിൽ പോയി പഠിക്കണം. നിനക്കൊരു ചാവാല് സാധനം കിട്ടേണ്ട ജാട കടത്തിണ്ട്. നിനക്ക് അതുപോലും ഇല്ലല്ലോടാ, ദാരിദ്ര്യം പിടിച്ച് തെണ്ടി. ഭൂലോക തെണ്ടി. യെസ്, ഇതാണ് എൻ്റെ മദർ മിസ്. ഹായ് സ്റ്റുഡൻസ്, എൻ്റെ പേര് സ്നേഹ. എൻ്റെ വീട് ഇവിടെ അമലാനഗറിലാണ്. ഞാൻ നിങ്ങളുടെ സുവോളജി മിസ്സാണ്. ഇനി എന്തെങ്കിലും അറിയാനുണ്ടോ? അതെ, ടീച്ചറിന് ലൈൻ ഉണ്ടോ? നിന്റെ പേരെന്താ? ഫ്രാൻസിസ് ജെ മണവാളൻ. മോനെ മണവാളാ, നീ ഉച്ചയ്ക്ക് സ്റ്റാഫ് റൂമിലേക്ക് വാ. അപ്പം ഞാൻ നിനക്ക് പറഞ്ഞുതരാം എനിക്ക് ലൈൻ ഉണ്ടോ ഇല്ലയോ കേട്ടാ. ഇപ്പം എന്തായാലും ഇരിക്ക്. താങ്ക് യു മിസ്. എന്നാൽ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ഇവിടെ തുടങ്ങാം. Hi, I'm Michelle and Daniel. മിസൈലാ? എടാ മിസൈലല്ല, മിഷേൽ. ഓ, I studied till 10th in US. ഞാൻ വരുന്നത് കുന്നംകുളത്തു നിന്നാണ്. ജോസപ്പേ, കൊച്ചിന് മലയാളം അറിയാം? ഹായ്, ഞാൻ ഗദ ജോൺ. ഞാൻ പഠിച്ചത് ലിറ്റിൽ ഫ്ലവർ സ്കൂളിലാണ്. അളിയ ഇവള് മറ്റവളുടെ കട്ട കമ്പനിയാണ്. ആണോ? ആദ്യം ഇവളെ സെറ്റാക്കാം. ഓക്കെ, എന്നിട്ട് ഇവളിലൂടെ മറ്റവളെ സെറ്റാക്കാം. ഇത് വല്ല നടക്കുവോ? നടന്നില്ലെങ്കിൽ നടത്തിയിരിക്കും. ഞാൻ ഷിബു സണ്ണി. ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്ന സബ്ജക്റ്റ് മാത്സ് അല്ലേ സാർ? ആ, എങ്ങനെ മനസ്സിലായി? സാറ് ബോർഡിൽ എഴുതിയത് വായിച്ചപ്പോൾ മനസ്സിലായി. ഡിയർ സ്റ്റുഡൻസ്, എൻ്റെ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കുറച്ച് ഉപദേശം തരാം. ഓക്കെ? ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അനുഭവിച്ചവർക്ക് ഉയർന്ന വിജയം കരസ്ഥമാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഡിഗ്രിക്ക് 90% മാർക്കോടുകൂടി പാസ്സായ സമയത്ത് എൻ്റെ കൂടെ പഠിച്ചൊരു സുഹൃത്തുണ്ടായിരുന്നു.
അവൻ ഈ അഭിനയപ്രാന്ത് കാരണം ഡിഗ്രിയൊക്കെ പൊട്ടി തേണ്ടി കുത്തുവാളത്തിരിക്കണ സമയത്ത് ഓഡീഷന് പോവാൻ കാശില്ലെന്ന് പറഞ്ഞപ്പോൾ കാതിൽ കടന്ന കടുക്കൻ അല്ല ചെയിൻ കയ്യിൽ കിടന്ന ചെയിൻ എടുത്ത് വിറ്റ് സഹായിച്ചത് മറ്റാരുമല്ല, ഞാനായിരുന്നു. ഇപ്പൊ അവൻ വലിയ സ്റ്റാറായി. ഒരു തേങ്ങലോടെ അല്ലാതെ അവൻ എനിക്ക് ഓർക്കാൻ കഴിയില്ല. ഇന്നലെ കഴിഞ്ഞ പോലെ അതാരാ സാറേ? പറഞ്ഞാ നിങ്ങൾ അറിയും. എൻ്റെ നിവിൻ പോളി, ഞങ്ങളുടെ അച്ചായ. എന്താ ചിരിക്കുന്നത്? നിവിൻ പോളി. ആ ഞാൻ ചാവും. അല്ല സാറേ, നീമ്പോളി ബിടെക് അല്ലേ? ഡിഗ്രി ഓ, അവൻ അങ്ങനെയാണോ പറഞ്ഞു നടക്കുന്നേ? അതൊക്കെ സിനിമയിലെത്തുമ്പോ ചുമ്മാ ഒരു സ്റ്റൈലിന് തള്ളതല്ലേ. അവൻ ഡിഗ്രി പോലും പാസ്സായിട്ടില്ല എന്ന് ഞങ്ങള് ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അറിയൂ. ഹായ്. ഹായ് കദൂസ്, ഹായ്. റോഷ. പ്രിയ, ഒരു മിനിറ്റ്, ഇപ്പൊ വരാം. ഞാൻ പോയിട്ട് വരാം. ഞാൻ ക്ലാസ്സിലുണ്ടാവേ. ശരി. എവിടെയോ ഉണ്ട്. ഹായ്. ഹായ് ഹായ്. ഹായ്. ഹലോ. കൈ മാറ്റണം. നിന്ന് ഹായ് പറഞ്ഞ് കളിക്കാതെ കാര്യം ചോദിക്കണം. അത് പിന്നെ കാര്യോ? എന്ത് കാര്യം? അത് ചോദിക്കണം. അത് പിന്നെ ഓ അത് അതെ, ഇയാൾക്ക് കോമേഴ്സിലൊരു ഫ്രണ്ട് ഇല്ലേ, ആ, തട്ടൊക്കെ ഇട്ടൊരു കുട്ടി? അതന്നെ. ആ അവളുടെ പേരെന്താ? ആർക്കാ? ഇവനാ. ഇന്നലെ അവളെ കണ്ടപ്പോ തൊട്ട് ഇവന് മറ്റേതടിച്ചതാ. മറ്റേതോ? അതല്ല, ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ഓ യെസ്. അവളുടെ പേരൊക്കെ പറഞ്ഞുതരാം. അതിനു മുന്നേ എന്റെ പേരെന്താന്നറിയോ? അതല്ലേ ഇന്ന് ക്ലാസ്സിൽ വെച്ച് പറഞ്ഞേ. ആ എന്നാ പറ. എന്തോ ഒരു ദാ വെച്ച് തുടങ്ങുന്ന ഒരു പേരായിരുന്നു. ആ കിട്ടിപ്പോയി, ദാക്ഷായണി. ദാക്ഷായണി അല്ലേ? അങ്ങനെയാണെങ്കിലേ എനിക്ക് അവളുടെ പേര് പറയാൻ മനസ്സില്ല. ഹലോ ഗദ, എന്തൊക്കെയുണ്ട്? ഹലോ, ഞാൻ വൈശാഖ് പവനൻ. സ്നേഹമുള്ളവർ പവന എന്ന് വിളിക്കും. ഗാതു എന്നെ പവന എന്ന് വിളിക്കും. ആയിക്കോട്ടെ. എടേ, സ്വന്തം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചിന്റെ പേര് പോലും അറിയില്ലേ? എന്തോന്നടേ ഇതൊക്കെ? എന്നല്ലേ നിനക്ക് ഇവന്റെ പേരറിയോ? അതവന്റെ അച്ഛന്റെ അമ്മയുടെ അടുത്ത് പോയി ചോദിച്ചു. അവരിപ്പോ ഇവര് ഷാറുഖ് ഖാൻ പേരിട്ടായത്. ഇതൊക്കെയല്ലേ കോലം. സില്ലി ബോയ്സ്. ഗാതു, ഞാൻ പോട്ടെ, പിന്നെ കാണാം. നിങ്ങൾ ചോദിച്ച കുട്ടിയുടെ പേര് സന എന്നാ. ഓക്കെ. നൈസ് നെയിം സന. എന്താ? ഒന്നുമില്ല. ഒന്നുമില്ലാന്നോ? ഇത് പറയാനാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? അല്ല, നമ്മൾ തമ്മിൽ ഇത്ര പെട്ടെന്ന് സെറ്റ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യാ, സെറ്റായിന്നാ? എന്ത് സെറ്റായി? അപ്പൊ നീയല്ലേ ഇന്നലെ എന്നെ അവിടുന്ന് സൈറ്റ് അടിച്ച് കാണിച്ചേ? ഞാനോ സൈറ്റ് അടിച്ചെന്നോ? എപ്പോ? സൈറ്റ് അടിച്ച് കാണിച്ചില്ല? ഇല്ല, നിനക്ക് തോന്നിയതോ? ഓ, തോന്നിയാണല്ലേ. എന്നാലേ ഇതും തോന്നിയതാവും. നീ ഫുഡ് കഴിക്കുന്നില്ല അറിയാ? ആകെ പണിപാളിന്ന് തോന്നുന്നു. എന്ത് വയറിളക്കാണോ? അതല്ലടാ, ആ പ്രിയ ഫോം വിളിച്ചപ്പോ കട്ടാക്കി. വാട്സാപ്പിലാണെങ്കിൽ ബ്ലോക്കും ചെയ്തു. കിസ് അടിച്ചത് പണിയാളിയാ. പടിയായി കിസ് അടിച്ച പടിയായി. പെട്ടളിയാ പെട്ട്. നിന്റെ ആരെ തീരുമാനമായി. ഇനിയിപ്പോ എന്ത് ചെയ്യാ? ഇനിയിപ്പോ ഒന്നും ചെയ്യാനില്ല. ചെയ്യാനുള്ളതൊക്കെ പ്രിൻസിപ്പൾ ചെയ്യും. നാളെ തന്നെ TC വാങ്ങാൻ റെഡി ആയിക്കോ. പിന്നെ അമ്മയോട് പറയണം വീടിന്റെ അടുത്ത് ഏതെങ്കിലും നല്ല സ്കൂൾ നോക്കിക്കോളാൻ. ചേട്ടാ, 2 പൊറോട്ട. ഇന്ന് എന്തായാലും നിനക്ക് TC ഉറപ്പാണ്. ശവത്തി കുത്തലളിയാ. കുത്തും. എന്താടാ കണ്ണോന്ന് പറഞ്ഞേ? അയ്യേ, എന്ത് കോലാടി ഇത്. ഫുൾ പൊട്ടിപ്പൊടിയാണല്ലോ. ഇവളെ കണ്ടോ മറ്റേ ചതിക്കാത്ത സലീകുമാറില്ലേ, അതേപോലെ കണ്ട. ഓ, ഞാൻ കുറച്ച് മേക്കപ്പ് ഇട്ടപ്പോ അത് പൊട്ടിപ്പൊടി. നിന്റെയൊക്കെ പ്രിയ സാധനമൊക്കെ ഇട്ട ഐശ്വര്യ റായ്. നീ എന്തിനാ കണ്ണോന്ന് പറഞ്ഞേ? അതൊന്നുമില്ല, ഒരു ചീള് കേസ്. ഇവൻ ഇന്നലെ ആ പ്രിയനെ കയറി കിസ് അടിച്ചു. കിസ്സോ? എടാ ദുഷ്ടാ.
അത് പെട്ടെന്നൊരു മറ കിട്ടിയപ്പോ അറിയാണ്ട് ചെയ്തു പോയി. അപ്പൊ ഒരു മറ കിട്ടിയ നീ അത് മറൈൻ ഡ്രൈവ് ആക്കും അല്ലേ? നീ ഇത് എങ്ങനെയും സോൾവ് ചെയ്ത് തരണം പ്ലീസ്. നീ വാ നോക്കാം. കണ്ടു പഠിക്ക്. കഥ കഥ എത്രയാ മാർക്ക്? ഇത് നമ്മുടെ ക്ലാസ്സിലെ ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് കാഴ്ചവെച്ച ഒരു സ്റ്റുഡൻറ്റിൻ്റെ പേപ്പറാണ്. മണവാള, സുവോളജിക്ക് ആകെ ഫെയിലായത് താൻ മാത്രമാണ്. ഇവിടെ ആർക്കും ഇല്ലാത്ത ഡൗട്ട് ചോദിക്കലായിരുന്നല്ലോ തനിക്ക്. ഇത്രയൊക്കെ ഡൗട്ട് വെച്ചിട്ട് ഞാൻ പരാജയപ്പെട്ടെങ്കിൽ അത് മിസ്സിൻ്റെ കൂടെ പരാജയമായിട്ടൊന്ന് ഉൾക്കൊണ്ടൂടെ? നീ വലിയ ഡയലോഗ് നടിക്കണ്ട. ഈ പേപ്പറേ അത് പ്രിൻസിപ്പലിൻ്റെ കാണും. പാരന്റ് വന്ന് സൈൻ ചെയ്തിട്ട് എൻ്റെ ക്ലാസ്സിൽ കയറിയാൽ മതി കേട്ടാ. എന്തിനാണ് നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചത്? എപ്പോ ക്ലാസ്സിൽ വന്നാലും ഫുൾ ടൈം സംസാരവും കമന്റടി. ക്ലാസ്സിലെ ഏറ്റവും വലിയ ഉഴപ്പനാണ് ഇവൻ. ഒരു പേരന്റ് എന്നുള്ള നിലയ്ക്ക് ഇതേപ്പറ്റി എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? അവൻ എപ്പോഴും ക്ലാസ്സിൽ കയറാറുണ്ടല്ലേ. ഗുഡ് ബോയ്. നിങ്ങൾ എന്ത് പേരന്റാ? ഇവനെ പറ്റി കംപ്ലൈന്റ് പറയാനേ ഇവിടെയുള്ള അധ്യാപകർക്ക് മുഴുവൻ നേരമുള്ളൂ അല്ല സാറേ? യെസ്, വെരി ബാഡ്. വളരെ മോശം. ഇവനൊക്കെ +2 വരെ എങ്ങനെ എത്തി എന്നുള്ളതാണ് എന്റെ ഡൗട്ട്. അത് തന്നെയാണ് എന്റെ ഡൗട്ട്. അതുകൊണ്ട് വരുന്ന ഫാമിലി കുടുംബ സംഗമത്തിനെ ഇവന് ഞങ്ങളൊന്ന് ആദരിക്കാൻ പോണേന്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും വരണം. ഇവനൊരു കൊച്ചു ട്രോഫി കൊടുക്കാൻ സാറിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്നെയോ? ഞാനോ? അത് ഇവന് കൊടുക്കാനോ? അതിന് എന്ത് യോഗ്യത അവനുള്ളത്? യോഗ്യത? സാറേ, എന്റെ അപ്പൻ സ്കൂളിലെ പടി പോലും കണ്ടിട്ടില്ല. എന്റെ അപ്പന്റെ അപ്പൻ സ്കൂളിൽ കേട്ടിട്ട് പോലും ഇല്ല. പിന്നെ ആ കൂട്ടത്തില് അല്പ വിദ്യാഭ്യാസമുള്ളത് എനിക്കാണ്. എത്ര പേര് പഠിച്ചു? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മിടുക്കനാണ് അവൻ. മിടുമിടുക്കൻ. ആഠാറ് മിടുക്കൻ അല്ലടാ. അപ്പൊ പിന്നെ ഇവനെ പറഞ്ഞിട്ട് കാര്യമില്ല. തന്നെയാണ് ഞാനും പറഞ്ഞത്. വിദ്യാഭ്യാസത്തിന്റെ വിലയേറിയാത്ത രക്ഷിതാക്കളുണ്ടെങ്കിൽ മക്കൾ ഇങ്ങനെ തന്നെയായിരിക്കും. വിദ്യാഭ്യാസത്തിന്റെ വില നമുക്ക് ഉണ്ടാക്കാൻ നിൽക്കണ്ട. ആദ്യം വേണ്ടത് പ്രായോഗിക വിദ്യാഭ്യാസമാണ്. അത് ഞങ്ങൾക്ക് വേണ്ടുവോളം ഉണ്ട്. ഇവനും ഉണ്ട്. നിങ്ങളുടെ പ്രായോഗിക വിദ്യാഭ്യാസം കടലിൽ പോണതല്ലേ? ഇവന്റെ അപാര ബുദ്ധി വെച്ച് ഇവനും പറ്റിയ പണി അതാണ്. ഇവനെ ഇതിലും നല്ലത് മീൻ കച്ചവടത്തിന് വിടുന്നതാണ് മിസ്റ്റർ ഡേവിഡ്. ഒരുപാട് അങ്ങോട്ട് പൂച്ചിക്കല്ലേ സാറേ. കേരളം മൊത്തം വെള്ളത്തിൽ മുങ്ങിയപ്പോ എന്ത് ചെയ്യണമെന്നറിയാതെ പേടിച്ചു നിന്ന ആയിരക്കണക്കിന് ജനങ്ങളെ രക്ഷിച്ചത് നല്ല കരളുറപ്പുള്ള കടലിന്റെ മക്കളായ ഞങ്ങളാ. അല്ലാതെ ജെട്ടി പുറത്തിട്ടിറക്കണ സൂപ്പർമാൻ അല്ല, ഫിഷർമാൻ. ഓക്കെ സാറി. ഇതാണ് നിന്റെ ബയോളജി ടീച്ചർ. എങ്ങനെ മനസ്സിലായി? അനോട്ടമി കണ്ടാലറിഞ്ഞൂടെ ബയോളജി ടീച്ചറാണെന്ന്? പപ്പേണ്. ഓ നമസ്കാരം. മോന് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അത് മിസ്സിനോട് ചോദിച്ച് ക്ലിയർ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ അവന് കുറച്ച് ഡൗട്ട് ചോദിക്കൽ കൂടുതലാണ്. വെരി ഗുഡ്. ഏത് അർദ്ധരാത്രിയും ഡൗട്ട് ചോദിക്കുന്നത് ഒരു നല്ല വിദ്യാർത്ഥിയുടെ ലക്ഷണമാണ് അല്ലേ മിസ്സേ? പക്ഷെ ഒന്നല്ല കേട്ടോ. ഡാഡിയുടെ മാനം കളിയോടാണ്. Don't do. The sky had been overcast with clouds. The day was still cool and wearisome. As usual, on grey, dull days when the clouds and it looks like rain, which never comes. Evenish. Evenish took a deep
April. And എടേ ഇന്ന് മറ്റേ ലാബ് ഉള്ളതല്ലേ, ഞാൻ റെക്കോർഡ് എടുത്തില്ല. അത് ഇന്ന് ലാബ് ഇല്ലടാ പൊട്ട. പിന്നെ ഉച്ചയ്ക്ക് ശേഷം ടീച്ചേഴ്സ് ഡേ പ്രോഗ്രാം. ആണോ? ആടാ ആ പൊട്ട പിയൂണ് വർക്ക് ഡയറക്റ്റ് ചെയ്യുന്ന ടീച്ചേഴ്സിന്റെ നാടകം പാഞ്ചാലി വസ്ത്രാക്ഷേപം. എടാ അപ്പൊ ആരാ പാഞ്ചാലി? അത് നമ്മളെ സ്നേഹ മിസ്സാ. അപ്പൊ ഈ വസ്ത്രാക്ഷേപം എന്നൊക്കെ പറയുമ്പോൾ ഡ്രസ്സൊക്കെ വലിച്ചൂരായിരിക്കല്ലേ? ഇല്ലടാ, അതിന് മുമ്പേ കൃഷ്ണൻ വന്ന് രക്ഷിക്കൂലേ. കർത്താവേ, കൃഷ്ണൻ വരാൻ ലേറ്റ് ആകണേ. അനീതി വിഹരിക്കുന്ന ഈ സഭയിൽ മൗനിയായി നോക്കി നിൽക്കാനാണ് നമ്മുടെ യോഗം. എങ്കിലും ധർമ്മം ഒരിക്കൽ പരിപാലിക്കപ്പെടുക തന്നെ ചെയ്യും. അന്റെ തോന്നിയ കോമ്പൗണ്ടിൽ നടക്കൂല. അത് പിന്നെ കഥാപാത്രമായിട്ട് മാറിയല്ലേ എങ്ങനെ കഥാപാത്രം ഭീഷ്മരെ തല്ലുന്നത്. ഇയാള് ഭീഷ്മരല്ലേ? ഞാൻ പറയണ്ടെങ്കില് ഞാൻ ദുരാഗ്രഹിയായി ദുര്യോധന അച്ഛൻ്റെ അടിച്ചേ. സോറി പിടിച്ച് ഭീമനാക്കിയിട്ട്. എടോ തനിക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലേ? എടോ ഞാൻ മാഷു ഈ പിയൂണാണ് മനസ്സിലായി. ഇതിൽ ആരൊക്കെയാണുള്ളത് നിന്നോട് വ്യക്തമായിട്ട് പറയാം, അല്ലാതെ എനിക്ക് മനസ്സിലാവില്ല. അയ്യോ, എന്റെ കന്നി സംവിധാന സംരംഭമാണ്, കുളവാക്കരുത്. കഞ്ഞി സംവിധാനമാണെന്നുള്ള എല്ലാരും പറയുന്നുണ്ട്. മൊത്തത്തിൽ എന്റെ കാസ്റ്റിംഗ് തന്നെ മാറിപ്പോയി. കാശിങ്ങനെ എന്താ കുഴപ്പം? എടാ ഇന്റെ ബോഡി ലാംഗ്വേജ് അനുസരിച്ച് ഇന്നെ ബാഹുബലി അല്ലാക്കണ്ടേ? മഹാഭാരതത്തിൽ എവിടെയാണോ ബാഹുബലി? അപ്പൊ ബാഹുബലി മഹാഭാരതത്തിലല്ല. എടോ താൻ ഭീമനാണ്, ഭീമൻ. കണ്ടില്ലേ? ആകെ ടെൻഷനായല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ? ടെൻഷൻ മാറാൻ എന്റെ ഒരു അടിപൊളി ഐഡിയ ഉണ്ട്. മാറ്റി വന്നേ, വെറുതെ ടെൻഷനൊക്കെ അടിച്ച്. അയ്യോ, മദ്യപാനത്തിൽ ഞാൻ കന്യകനാ. ടെൻഷൻ മാറണ്ടേ? അത് വേണം. ക്ലാസ് എടുക്ക്. എവിടെ? ഇത് പൊക്ക്. ഗ്ലാസ് എടു, ഗ്ലാസ് എടു. ടെൻഷൻ ഞാൻ ഇപ്പൊ മാറ്റി തരാം. ഇവിടെ ട്രൈ അടിച്ചാ. അപ്പൊ ഇതാണ് ട്രൈ. ഇതെല്ലാം ട്രൈ. I am thrilled. ജയ് മഹിഷ്മതി സാമ്രാജ്യം. ഭീഷ്മ പിതാമഹ, കുരുവംശത്തിന്റെ കുലവധുവായ നമ്മെ ഇപ്രകാരം അപമാനിച്ചിട്ടും അധർമ്മം പ്രവർത്തിച്ചിട്ടും അങ്ങെന്താണ് മൗനം പാലിക്കുന്നത്? നിങ്ങൾ കട്ടപ്പലുക്കിൽ മസിലും പിടിച്ച് നിൽക്കാതെ ഓള് ചോദിക്കുന്ന മറുപടി പറയുന്നു. ഭീമസേന, ദ്രൗപു, അങ്ങും ഇതിന് കൂട്ടുനിന്നോ? എനിക്കറിയില്ല, ഈ പിയൂണെല്ലാം ഇതൊക്കെ എഴുതിണ്ടാക്കി അത് സ്റ്റാൻഡേർഡെല്ലാം ഉണ്ടാവുള്ളൂ. ആര്യപുത്ര, യുധിഷ്ഠിര, അങ്ങേക്ക് ഇതെങ്ങനെ മനസ്സ് വന്നു? ദ്രൗപദി ചതിയുടെ ചൂതാട്ടത്തിൽ വികലത പ്രാപിച്ചതാ. വഞ്ചിത കുഞ്ചിതനായി പ്രിയേ. വരൂ പാഞ്ചാലി, വന്ന് നമ്മുടെ തുടയിൽ ആസനസ്ഥയായ ദേവസേന, നീ ചെയ്തത് തെറ്റ്. സ്ത്രീകളുടെ ദേഹത്ത് കൈവച്ചാൽ വെട്ടേണ്ടത് വിരലുകളല്ല. ഗുരുവായൂരപ്പനല്ല, ബാഹുബലിക്ക് ഭ്രാന്തളകിയതാ. കണക്കൊക്കെ പിന്നെ പറയാം. എടുക്കുന്നു. I am thrilled. Correct ആണോ? ആ ഹരിതേ പറയടി. ഹരിതേ, അതെ ഡി അങ്ങനെ മാറി നിന്നുള്ള ഫോൺ വിളിയൊന്നും വേണ്ട. ഹരിതയാണമ്മ. ആരായാലും ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ പറ്റണം, സംസാരിച്ചാ മതി. അസൈൻമെന്റ് അല്ലേ? അത് നീ നാളെ നേരത്തെ വന്നാ മതി, നമുക്ക് ഒരുമിച്ചിരുന്ന് എഴുതാം. നേരത്തെ വരില്ലേ? നേരത്തെ വരണോ? പിന്നെ വരണം. വരാം. ഇന്നലെ വിളിച്ചപ്പോ എന്തൊരു ജാടായിരുന്നു. ചാട മണ്ണാൻ കട്ട. നിന്നോടായിരുന്നല്ലോ ഫോണിലേക്ക് വിളിക്കാൻ പറഞ്ഞേ. അയ്യോ, എന്തു പറ്റി? അമ്മ തൊട്ടടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. അമ്മ അറിഞ്ഞ അപ്പൊ സ്പോട്ടിൽ അച്ഛൻ അറിയും. അച്ഛനെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പായില്ലേ? അയ്യടാ, അച്ഛൻ അറിഞ്ഞ എന്താ ഉണ്ടാവാന്നറിയോ? എന്നെ സ്കൂൾ മാറ്റും. അപ്പൊ ഇത് ത്രം സ്കൂളാ? വളിച്ചു കോമഡി. എനിക്ക് പറ്റുമ്പോഴേ ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. രാവിലെ തന്നെ തുടങ്ങിയല്ലേ രണ്ടാളും? ഞാനിപ്പോ എത്തിയുള്ളൂ. എനിക്ക് പണ്ടേ അറിയായിരുന്നു നിനക്കേ ഇവനെ ഭയങ്കര ഇഷ്ടമാണെന്ന്. ചുമ്മാ ഞങ്ങളുടെ ചെക്കൻ്റെ സമയം കളഞ്ഞു അല്ലേടാ?
ഞാൻ പോവാ. നീ ഇതവിടെ പോവേ? എനിക്കിനെ റെക്കോർഡ് എടുക്കാൻ പോണം. പോലെ ഞാനുണ്ട്. ചെല്ലടാ ചെല്ല്. പ്രിയ. അവളുടെ പാവാട താങ്കി. എടാ ചുമ്മാ അവനെ കളിയാക്കാതെ, അവൻ പാവ. അതിനല്ലേ അവനും പറഞ്ഞേ പാവാടാന്ന്. മിസ്സേ ശിവസാറിന്റെ കാറ്റ് പോയ സെക്കൻഡ് അവർ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും പറഞ്ഞേക്ക്. എന്നിട്ട് ഞാൻ യുവമാർക്ക് കാണിച്ചു കൊടുക്കും ആരടാ കാറ്റാ പോയത്. ഹോ എന്നാലാ ഉന്മേഷ് മാഷ് ചെയ്ത് ചെയ്തേ മാഷിക്ക് ഇത് ചേരണ്ട സ്ഥിരാക്കിക്കോ. കഷ്ടമുണ്ട് കേട്ടോ, ആ പാവത്തിന്റെ പെടലിരിക്കുന്ന കണ്ടില്ലേ? മാഷിന്റെ പടലിൽ പോയതിലല്ല എനിക്ക് സങ്കടം. ശ്രീകൃഷ്ണനായി വന്നിട്ട് മിസ്സിനെ രക്ഷിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അതിന് ഞാൻ നീല പെയിൻ്റൊക്കെ അടിച്ച് 2.5 മണിക്കൂർ നിന്നിട്ട് ഒരു ഡയലോഗ് പോലും കിട്ടില്ല. മാങ്ങാത്തൊലി അടിയും വാങ്ങി വന്നേക്കാണ് മണ്ടൻ. മാഷിനോട് ക്ഷമിക്കണം. ക്യാരക്ടറായി കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. ഈ അവസ്ഥയിൽ മാഷ് കുറച്ച് ലീവ് പഠിക്കും. കുട്ടികളെ പ്രാർത്ഥന ഉണ്ടാവും, ഞാനും പ്രാർത്ഥിക്കാം. മിസ്സേ ഞാൻ ക്ലാസ്സിൽ പോവാ. സമാധാനത്തിൽ വേറൊന്ന് ചത്താൽ ഈ സ്കൂൾ വിട്ട് പോകില്ല. പിന്നെ ഇന്നലെ എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. എല്ലാ പ്രാവശ്യം എനിക്ക് കണക്കിൽ വട്ടപൂജ ആയതുകൊണ്ട് കണക്ക് മാഷ കാണുമ്പം വെറുപ്പാ. അങ്ങനെ സംഭവിച്ചു ചെയ്താ എങ്ങനെയുണ്ട്? ഗതയത് നന്നായി. വാളാണ് ഞാൻ കുടുങ്ങി പോകുന്നില്ലേ? കലിപ്പിലാണല്ലോ. എനിക്ക് ആരോടും കളിപ്പൊന്നും. എന്നാ പിന്നെ എന്തെങ്കിലും പറ. എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയോ? പോടാ പട്ടി.